Hello, once again welcome to Travel with Jyotis. കാനഡയിലെ IRCC എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ അപ്ഡേറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 18 സെപ്റ്റംബറിന് IRCC ഒരു ന്യൂസ് റിലീസ് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ വാർത്തകളാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. ശരിക്കും ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ്. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതിനുശേഷം വർക്ക് പെർമിറ്റ് കിട്ടുന്നവർക്കും അവരുടെ സ്പോസിനും ഒക്കെ ബാധകമാകുന്ന കുറച്ചേറെ അപ്ഡേറ്റുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ തന്നെ നമുക്ക് സ്റ്റുഡൻസിൻ്റെ നോക്കാം. ഇനി മുതൽ ഇവിടെ മാസ്റ്റേഴ്സ് പഠിക്കാൻ വരുന്നവരും PhD പഠിക്കാൻ വരുന്നവരും പ്രൊവിൻസിൻ്റെ ഒരു അറ്റസ്റ്റേഷൻ ലെറ്റർ കൊടുക്കണം എന്നുള്ളതാണ് സ്റ്റുഡൻസിനുള്ള ആദ്യത്തെ അപ്ഡേറ്റ്. മുമ്പ് നമ്മളിവിടെ വേറെ ഏതെങ്കിലും പ്രോഗ്രാമിന് വരുന്നവർക്ക് മാത്രമേ ഉള്ളൂ അറ്റസ്റ്റേഷൻ ലെറ്റർ എന്ന് പറയുന്നൊന്ന് കൊടുക്കേണ്ടതുള്ളായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ പ്രത്യേകിച്ച് മാസ്റ്റേഴ്സ് ഒന്നും പഠിക്കേണ്ടവർക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി മുതൽ PhD പഠിക്കാൻ വരുന്നവരും മാസ്റ്റേഴ്സ് പഠിക്കാൻ വരുന്നവരും എല്ലാം ആ പ്രൊവിൻസിൻ്റെ അറ്റസ്റ്റേഷൻ ലെറ്റർ കൊടുക്കണം എന്നുള്ളതാണ് സ്റ്റുഡൻസിനുള്ള ഫസ്റ്റ് അപ്ഡേറ്റ്. അത് പിന്നെ സാരമില്ലെന്ന് വെക്കാം, അത്ര വലിയ ബുദ്ധിമുട്ടില്ല. ഈ അറ്റസ്റ്റേഷൻ ലെറ്ററിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് കിട്ടുന്നതാണ്. അപ്പം അത് കൊടുക്കാൻ അധികം വലിയ ബുദ്ധിമുട്ടില്ല, അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് ആണ്, അത് ഞാനൊന്ന് വായിക്കാം. ഗ്രാജുവേറ്റ്സ് ഫ്രം പ്രോഗ്രാംസ് അറ്റ് പബ്ലിക് കോളേജസ് വിൽ റിമെയിൻ എലിജിബിൾ ഫോർ എ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് ഓഫ് അപ് ടു 3 years ഇഫ് they graduate from a field of study linked to occupations in long term shortage. അതായത് പബ്ലിക് കോളേജിൽ പഠിച്ചിറങ്ങിയ ആളുകൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ്, അതായത് ഇവിടുത്തെ സ്റ്റേ ബാക്ക് എന്ന് പറയുന്ന വർക്ക് പെർമിറ്റ് കിട്ടണമെങ്കിൽ അവരുടെ പ്രോഗ്രാം ലോങ് ടൈം ഷോർട്ടേജ് ഉള്ള ഒക്യുപ്പേഷനുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം. അപ്പം അങ്ങനെയുള്ള ഒരു കോഴ്സ് പഠിക്കുന്നവർക്ക് മാത്രമേ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് കിട്ടുകയുള്ളൂ എന്നാണ് അതിൻ്റെ ചുരുക്കം. അതിൻ്റെ വിശദാംശങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഈ ഒരു ഒറ്റ സെൻറ്റൻസിലാണ് അത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ശരിക്കും ഒന്ന് ഞെട്ടിക്കുന്നത് തന്നെയാണ്. കാരണം കാനഡയിലേക്ക് പഠിക്കാൻ വരുന്ന എല്ലാവരും, അത് പ്രത്യേകിച്ച് DLA ലിസ്റ്റിലുള്ള എല്ലാവരും ഇവിടെ പഠിച്ചിറങ്ങുമ്പോൾ സ്റ്റേ ബാക്ക് കിട്ടും എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പം പറയുന്നു പബ്ലിക് കോളേജിൽ പഠിക്കുന്നവർക്ക് അവരുടെ പ്രോഗ്രാം ലോങ് ടൈം ഓക്യുപ്പേഷൻ ഷോർട്ടേജ് ഉള്ള ഒരു പ്രോഗ്രാം, അതുപോലുള്ള ഓക്യുപ്പേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ മാത്രമേ വർക്ക് പെർമിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ലാരിറ്റി വരാനുണ്ട്. പക്ഷേ അത് ഞെട്ടിക്കുന്നത് തന്നെയാണ്. അത് ഇങ്ങനെ ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്ങിൽ എടുത്താൽ പലർക്കും വർക്ക് പെർമിറ്റ് പോലും കിട്ടാത്ത ഒരു സാഹചര്യം വരും. അത് ശരിക്കും ഞെട്ടിക്കുന്നതാണ്. കാരണം കാനഡയിൽ ഇത്രയും പണം മുടക്കി പഠിക്കാൻ വന്ന ആളുകൾ സ്റ്റഡി കഴിഞ്ഞ് തിരിച്ചു പോകണം എന്ന് പറഞ്ഞാൽ, അതായത് വർക്ക് പെർമിറ്റ് പോലും കിട്ടുന്നതിന് മുമ്പ് തിരിച്ചു പോകണം എന്ന് പറഞ്ഞാൽ അത് അല്പം ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. അപ്പോൾ ഇങ്ങനൊരു കാര്യം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ലോങ് ടൈം ഷോർട്ടേജിൽ പെടുന്ന ഒരു ഒക്യുപ്പേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സ് പഠിച്ചവർക്ക് മാത്രമേ ഉള്ളൂ വർക്ക് പെർമിറ്റ് കിട്ടുള്ളൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി അങ്ങനെ വർക്ക് പെർമിറ്റ് കിട്ടുന്നു എന്നിരിക്കട്ടെ, അവർക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ അപ്ഡേറ്റ് ഉണ്ട്. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി തെളിയിക്കണം. യൂണിവേഴ്സിറ്റി പഠിക്കുന്നവരാണെങ്കിൽ CLB 7, അതായത് IELTS ഒരു 6, അതായത് IELTS പോലുള്ള എക്സാം ഒക്കെ എഴുതുന്നവർക്കാണെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ബാൻഡ് 666 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ CLB 7 ആണ്. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി തെളിയിക്കണം. ഇനി അത് കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ അവർക്ക് 5 മതി. CLB 5, അതായത് ഈ പറയുന്ന ഒരു 5 ബാൻഡൊക്കെ മതിയാകും ഈ CLB 5 എന്ന് പറയുന്നത്. അത് അത്ര ബുദ്ധിമുട്ടല്ല. എങ്കിൽ പോലും ഇവിടെ നമ്മൾ ഈ IELTS ഒക്കെ കഴിഞ്ഞ് ഇവിടെ എത്തുന്നവർ പോലും പിന്നീട് വർക്ക് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും ഒന്നും കൂടെ IELTS കാണിക്കണം എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ബർഡനാണ്. പക്ഷേ ഇവിടെ 2 വർഷം പഠിച്ച ഒരാളെ സംബന്ധിച്ച് ഒരു CLB 7 ഒന്നും എത്തിച്ചേരുക അത്ര ബുദ്ധിമുട്ടല്ല. എങ്കിൽ പോലും അതിൻ്റെ പുറകെ നടക്കണം എന്ന് അതിൻ്റെ അർത്ഥം. ഇനി അടുത്ത അപ്ഡേറ്റ് ഈ നമ്മുടെ സ്പോസസിനാണ്, അതായത് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വിസ വരുന്ന ഭാര്യയ്ക്ക് ഭർത്താവിനോ വേണ്ടിയാണ് അടുത്ത അപ്ഡേറ്റ്. ഇങ്ങനെയാണ് പറയുന്ന അപ്ഡേറ്റ്: ലിമിറ്റിംഗ് വർക്ക് പെർമിറ്റ് എലിജിബിലിറ്റി ലേറ്റർ ദിസ് ഇയർ ടു സ്പോസസ് ഓഫ് മാസ്റ്റേഴ്സ് ഡിഗ്രി സ്റ്റുഡൻസ് to only those who program is at least 16 months in duration. 16 മാസത്തിൽ കൂടുതൽ ഡ്യൂറേഷൻ ഉള്ള മാസ്റ്റേഴ്സ് ഡിഗ്രിയിലുള്ളവരുടെ മാത്രം ഭാര്യമാർക്കേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്ത് എനിക്ക് ഏതാണ്ടൊക്കെ ഒരു പോലെ ഇത് വായിക്കുമ്പോൾ തന്നെ ഇവിടെ കുത്തും കോമയൊന്നും ഇല്ലാത്ത കാരണം
മാസ്റ്റർ ഡിഗ്രി സ്റ്റുഡൻസ് ടു ഓൺലി ദോസ് ഹൂസ് പ്രോഗ്രാം ഈസ് at least 16 months എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മാസ്റ്റർ ഡിഗ്രി ഉള്ള ഒരു വർഷത്തെ മാസ്റ്റർ ഡിഗ്രിക്കാരുടെ സ്പോസിന് ആണോ വർക്ക് പെർമിറ്റ് എലിജിബിലിറ്റി കൊടുക്കാതിരിക്കുന്നു, 16 മാസത്തിൽ കൂടുതലുള്ളവർക്ക് കൊടുക്കുന്നതാണോ, അതെയോ മൊത്തം പ്രോഗ്രാമുകളുടെ എടുത്ത് കളഞ്ഞിട്ട് ഈ മാസ്റ്റേഴ്സ് പഠിക്കാൻ വരുന്നവരുടെ അതും 16 മാസത്തെ മാസ്റ്റേഴ്സിന് മേളിലേക്കുള്ളവർക്ക് മാത്രമേ അവരുടെ സ്പോസിന് മാത്രമേ ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടുകയുള്ളൂ? ഈ കാര്യത്തിലൊന്നും വ്യക്തതയില്ല. കാരണം ആ സെൻറ്റൻസ് തന്നെ വായിച്ചാൽ എൻ്റെ ഇംഗ്ലീഷിൻ്റെ എബിലിറ്റി വെച്ച് എനിക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിനൊക്കെ നല്ല ഇംഗ്ലീഷ് എബിലിറ്റിയൊക്കെ ഉള്ളവർ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരിക, എൻ്റെ പൊന്നിയേട്ടാ ഇത് അങ്ങനെ അല്ലെന്ന്. പക്ഷേ എന്തായാലും ആ ഒരു മേഖല ഒരു സസ്പീഷ്യസ് ആണ്. 16 മാസത്തിൽ കൂടുതലുള്ള മാസ്റ്റേഴ്സ് പഠിക്കുന്നവർക്ക് സ്പോസിന് മാത്രമേ ഉള്ളൂ വർക്ക് പെർമിറ്റ് എലിജിബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ എന്ന്. ഇപ്പോൾ കാനഡയിലേക്ക് കയറുന്ന എല്ലാ സ്പോസിനും, അതായത് ഈ ഒരു ഡിപ്പെൻഡൻറ്റ് വിസ വരുന്ന എല്ലാ സ്പോസിനും ഓപ്പൺ വർക്ക് പെർമിറ്റ് ഉണ്ട്, അവർക്കെല്ലാം വർക്ക് ചെയ്യാൻ പറ്റും. ഇനി മാസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് ഒരു വർഷത്തെ മാസ്റ്റേഴ്സ് കഴിഞ്ഞവരുടെ സ്പോസിനാണ് ഇത് കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിന് എലിജിബിലിറ്റി ഇല്ലയെന്നർത്ഥം. ബാക്കി പ്രോഗ്രാമിൻ്റെ കാര്യം നമുക്കൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അവിടെ ഇട്ട് വെക്കാം. ഈ സ്പോസസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്. Limiting work permit eligibility later this year to spouses of foreign workers in management or professional occupations or in a sector with labor shortages. അതായത് ഈ സ്പോസസിൻ്റെ ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടണമെങ്കിൽ ഈ വർക്ക് പെർമിറ്റ് ഹോൾഡർ ആണെങ്കിൽ പോലും അവരൊരു മാനേജ്മെൻറ്റ് പ്രൊഫഷണലായിരിക്കണം, അല്ലെങ്കിൽ ഈ പ്രൊഫഷണലായിട്ടുള്ള ആളായിരിക്കണം, അതല്ലെങ്കിൽ ഷോർട്ടേജ് ഒക്യുപ്പേഷനിൽ ഉള്ള ആളായിരിക്കണം. അപ്പം അതും ഇച്ചിരി ടൈറ്റാണ്. അതായത് ബാക്കിയുള്ളവർക്ക് ഇത് ഈ സ്പോസായിട്ട് ഇങ്ങ് കൊണ്ടുവന്നാലും ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടണമെങ്കിൽ അവരുടെ ഭർത്താവോ അല്ലെ ഭാര്യയോ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ജോലി ചെയ്യുന്ന ആളായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് സ്പോസസിനെയൊക്കെ ഞങ്ങൾ നന്നായിട്ട് വരിഞ്ഞ് മുറുക്കി പിടിച്ചേക്കുകയാണ്. അതായത് ഡിപ്പെൻഡൻറ്റ് വിസയിൽ കാനഡയിലേക്ക് വരുന്നവരെ വർക്ക് ചെയ്യിക്കാതിരുന്നാൽ ഇവിടെയുള്ള ഒരു ജോബ് ഷോർട്ടേജൊക്കെ ഒരു പരിധി വരെ മാറി കിട്ടിയേക്കാം. അതായിരിക്കാം ഒരു പക്ഷേ അവരെ ഇങ്ങനൊരു കാര്യം ഇത് ചെയ്തേക്കുന്നത്. അതായത് നല്ല പ്രൊഫഷണൽസിൻ്റെ മാത്രം സ്പോസിനെ കൊണ്ട് വർക്ക് ചെയ്യിക്കുക എന്നുള്ളതായിരിക്കാം ഇതിൻ്റെ ഒരു ഉദ്ദേശം. എന്തു തന്നെയായാലും സ്റ്റുഡൻസിനായിക്കോട്ടെ, ഇനി വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സിനായിക്കോട്ടെ, ഇനി അവരുടെ സ്പോസസിനായിരിക്കട്ടെ, ഇത് തീർച്ചയായും ഒരു വെള്ളിടി വെട്ടൽ തന്നെയാണ്. കാരണം നല്ല ബുദ്ധിമുട്ടാണ് ഇനി ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ. ഇനിയും കാനഡയിലേക്ക് സ്റ്റുഡൻ്റായിട്ട് വരാൻ ഉദ്ദേശിക്കുന്നവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കൺസിഡർ ചെയ്തിട്ട് മാത്രമേ വരാവുള്ളൂ. അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ അടുത്തു. തന്നെയല്ല, കാനഡയിലെ ടെമ്പററി ആയിട്ടുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞു. അതിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് കാനഡയുടെ ഉദ്ദേശം. അതിനുവേണ്ടി ഇങ്ങനെ പുതിയ പ്രോഗ്രാംസ് പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് കാരണം ഇനി വരാനിരിക്കുന്നവരും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം ഇങ്ങോട്ട് വരിക. പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ഡീറ്റെയിൽ അടങ്ങുന്ന ലിങ്ക്, IRCCയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ സ്വയം തന്നെ വായിച്ച് മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ഇതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള അഡ്വൈസ് അല്ല. അപ്പോൾ ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും ഞാൻ എൻ്റെ പേഴ്സണൽ റിസർച്ചിൽ നിന്ന് കണ്ടുപിടിച്ച കാര്യമാണ്. അപ്പോൾ നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുടെ അഡ്വൈസ് തന്നെ സ്വീകരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. അപ്പോൾ ഇതുപോലുള്ള പുതിയ അപ്ഡേറ്റുകൾ വന്നാൽ തീർച്ചയായും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ കമൻറ്റ് തീർച്ചയായും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോകളുമായി വീണ്ടും വരാം. അതുവരെ ബൈ.